ഞാൻ തിന്നാത്ത അല്ലേ നമ്മൾ വീട്ടിൽ വാങ്ങാത്ത ഒന്നായിരുന്നു ചൂര. കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് ഇത് കൂടുതലും ഭർത്താവിൻ്റെ വീട്ടിൽ വാങ്ങുന്നത് ഞാൻ കണ്ടേ. നല്ല മുളകിട്ട ചൂരക്കറി അമ്മ അടിപൊളിയായിട്ട് വെക്കും. ആ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നമുക്ക് കണ്ടാലോ? കുറച്ച് പൊടി വറുത്തെടുക്കാനുണ്ട്. ആദ്യം ഒന്ന് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. പൊടി വറുത്ത് മീൻകറിയിൽ ചേർക്കുമ്പോൾ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തുമില്ല, പിന്നെ നല്ലൊരു ടേസ്റ്റ് കൂടി വരുന്നത് ഞാൻ കണ്ടു. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എൻ്റെ മുൻപേ ഉണ്ടായത് ഒരു ബ്രൗൺ കളർ ചട്ടിയായിരുന്നു. പക്ഷേ ഷമ്മീസ് കിച്ചണിലെ ഷമ്മിത്താൻ്റെ കറുപ്പ് ചട്ടി കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹമായിരുന്നു, അത് ഒരെണ്ണം എനിക്കും വാങ്ങണമെന്ന്. അങ്ങനെ ആഗ്രഹം തീർത്തതാണ് ഈ കാണുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 6-7 ചെറിയ ഉള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഞാൻ നല്ല വറ്റിച്ചാണേ കറി വെക്കുന്നത്, അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ മതി മസാല വരാൻ വേണ്ടി. ഉള്ളിൻ്റെ കളറ് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂരക്ക് നമ്മളെ ഭാഗത്തൊക്കെ കാക്കയിറച്ചി എന്ന് പറയാറുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്ലഷിൻ്റെ കളർ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ടായിരിക്കും അല്ലേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല ഒന്ന് മിക്സാക്കി എടുത്താൽ അതിലേക്ക് 4 ചെറിയ കുടംപുളി വെള്ളത്തിലിട്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് പുളി അനുസരിച്ച് ഉപയോഗിക്കണേ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം ചൂരത്തലയുണ്ടേ, അത് കിടക്കണമല്ലോ. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് കൂടെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂടി വെച്ച് തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ആക്കാം. തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ ചൂരയായിട്ട് ഇട്ട് കൊടുക്കാം. പല ടൈപ്പ് ചൂരയുണ്ടെന്നും അതിൽ ഒന്നാണ് പച്ചക്ക് തിന്നുന്നതെന്നും കേട്ടിട്ടുണ്ട്. സൂഷിയൊക്കെ ആക്കുമ്പോൾ അതാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സൂഷി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ അനുഭവം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കല്ലേ. അമ്മ ഈ ചൂര വെച്ച് സൂപ്പർ ഒരു അച്ചാറ് ആക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി ഒരിക്കൽ അതിൻ്റെ റെസിപ്പി ചോദിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതും അടിപൊളിയാണ്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ ചൂരയൊക്കെ വെന്തിട്ടുമുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ കറി മാത്രം ഇന്ത്യയിൽ ചോറ് തീരുന്നറിയില്ല. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും ലേശം വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വെക്കാം. മീൻകറിയൊക്കെ ഒരു ദിവസം ഇരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമെന്ന് എപ്പം പറയുന്നത് അമ്മയൊക്കെ. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, എന്നാലും അതെങ്ങനെ 5 മിനിറ്റിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി.